ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നോ കോൺടാക്റ്റിലുള്ള നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുറന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ആരെങ്കിലും ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുറന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നോ കോണ്ടാക്റ്റിലുള്ള നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുമായിട്ട് സെപ്പറേഷനുള്ള ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ജസ്റ്റിസ് കാർഡാണ് നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ദെൻ ക്യൂൻ ഓഫ് കപ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, 2 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടുന്നുണ്ട്. ദെൻ 3 ഓഫ് വാൻഡ്സ് ആൻഡ് പേജ് ഓഫ് കപ്സ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലുള്ള ആ ഒരു പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നോ കോണ്ടാക്ട് എന്നത് ഈ വ്യക്തിക്ക് വെറും സംസാരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല എന്നാണ് കാണുന്നത്. അവരുടെ ഉള്ളിൽ ഇപ്പോഴും ശരിക്കും പൂർത്തിയാകാതെ കിടക്കുന്ന ചില ചോദ്യങ്ങളും പറയാതെ പോയ ചില ഫീലിങ്സുകളും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ കാർഡുകൾ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റിസ് കാർഡാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ഇത് തന്നെ ഞാൻ ശരിയായ ഒരു തീരുമാനമാണോ എടുത്തത് എന്നവർ ചിന്തിക്കുന്നു. ഈ ഒരു വ്യക്തി പലപ്പോഴും പഴയ സംഭവങ്ങൾ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. വഴക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സുകളൊക്കെ എങ്ങനെ തുടങ്ങി, ആരാണ്, എന്താണ് അത് പറഞ്ഞത്, ആരുടെ തെറ്റാണ് കൂടുതൽ ഉണ്ടായത്, ആരുടെ ഭാഗത്തു നിന്നാല്, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെപ്പറേഷനിലേക്ക് പോകാനുണ്ടായ കാരണം ഞാനാണല്ലോ, അല്ലെങ്കിൽ ഞാനാണല്ലോ ആ ഒരു വ്യക്തിയെ വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ അവരിങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിൽ വന്നത് മുതൽ പോയത് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ സ്വയം വിലയിരുത്തുകയാണ് അവരെ തന്നെ. ചില രാത്രികളിൽ അവർ ചിന്തിക്കുന്നുണ്ട്, അന്ന് ഞാൻ കുറച്ചൊരു ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും മോശമാകില്ലായിരുന്നു. അതേസമയം മറ്റൊരു ശബ്ദം അവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് പറയുകയാണ്, എനിക്കും വേദന ഉണ്ടായിരുന്നു, എൻ്റെ ഭാഗവും അവർ മനസ്സിലാക്കിയില്ല എന്നുള്ള ഒരു കാര്യവും അവർ തന്നെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതിനാൽ തന്നെ അവരിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു സംഭവിച്ച ആ ഒരു സംഭവത്തിനെ നീതിപൂർവ്വം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്. പുറത്തു നോക്കുമ്പോൾ ഈ വ്യക്തി ശാന്തനായിട്ട് നമുക്ക് തോന്നും, എന്നാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ ഇപ്പോഴും നിങ്ങൾക്കായിട്ടുള്ള ആ ഒരു സ്നേഹവും കരുതലും ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് കാർഡുകൾ പറയുന്നത്. അപ്പൊ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ടോ ഒരു സ്ഥലമോ ഒരു പഴയ മെസ്സേജോ ഒക്കെ കണ്ടാൽ അവരുടെ മനസ്സിൽ ഒരു നിമിഷം ആ പഴയ ഒരു ഓർമ്മയിലേക്ക് വീണ്ടും പോകും എന്നുള്ളതാണ്. എന്നാൽ അവർ ആ ഒരു ഫീലിങ്സുകൾ പുറത്ത് കാണിക്കാതെ വീണ്ടും മനസ്സിനുള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് പിടിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം വീണ്ടും ആ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നൊരു പേടി അവരെ തടയുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അതായത് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് അവർക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ വ്യക്തി ഇപ്പോൾ 2 ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് നമുക്ക് മനസ്സ് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇവരുടെ മനസ്സ് പറയുന്നുണ്ട്, അവരോട് സംസാരിക്കൂ, എന്താണ് സംഭവിച്ചതെന്ന് തുറന്ന് പറയൂ എന്ന് പറയുന്നുണ്ട്. അല്ലെ, യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് തുറന്നു പറയാനായിട്ട് പറയുന്നത്. മറ്റൊരു സമയത്ത് മനസ്സ് അവരോട് പറയുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു പഴയ വേദനയൊക്കെ ആവർത്തിക്കും, അത് ആവർത്തിക്കണോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ 2 രീതിയിൽ അവർ തന്നെ ചിന്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവർക്ക് മുന്നോട്ട് വരാനും പൂർണ്ണമായി വിട്ടുപോകാനും കഴിയാത്തൊരവസ്ഥയിലാണ്. അപ്പം ഇതിൽ നിൽക്കാനും പറ്റുന്നില്ല, തിരിച്ച് പോകാനും പറ്റാത്തൊരവസ്ഥയിലാണ്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 3 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ ഒരു കാർഡ് വളരെ മനോഹരമായ ഒരു ചിത്രം നൽകുന്നുണ്ട്. ഈ വ്യക്തി ഉടനെ ഒരു ആക്ഷനും എടുക്കുന്നില്ല, പകരം കാര്യങ്ങൾ എങ്ങനെ മാറുന്നു എന്ന് ദൂരത്ത് നിന്ന് നിരീക്ഷിക്കുകയാണ്. ചിലപ്പോൾ അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ നോക്കിയേക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചേക്കാം. നേരിട്ട് സംസാരിക്കാതെ ജീവിതം ഏത് വഴിയാണ് തുടർന്നുകൊണ്ട് പോകുന്നത് എന്ന് ഉള്ള രീതിയിൽ നോക്കുന്നുണ്ടാകാം. അതിനുശേഷം ഏത് വഴിക്കാണ് ഈ ജീവിതം ഇങ്ങനെ പോകുന്നത്, ആ ഒരു വഴി നല്ല രീതിയിൽ എത്താനായിട്ട് അവർ കാത്തിരിക്കുകയാണ്.
അവർ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ ശരിയായ ഒരു സമയം വന്നാൽ വീണ്ടും സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുമായിരിക്കും, ഈ റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്ക് കഴിയുമായിരിക്കും എന്നാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പേജ് ഓഫ് കപ്സ് വരുന്നുണ്ട്. ഈ ഒരു സ്പ്രെഡിന്റെ അവസാന കാർഡ് വളരെ മൃദുവായിട്ടുള്ള ഒരു എനർജി നൽകുന്നുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോഴും പറയാതെ കിടക്കുന്ന ചില വാക്കുകളുണ്ട്. അതായത് നിങ്ങളോട് ഒന്ന് സുഖമാണോ എന്ന് ഈ ഒരു സമയത്ത് വളരെയധികമായിട്ട് അവർ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹാപ്പിയാണോ എന്ന് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിന്നെ ഞാൻ മറന്നിട്ടില്ല എന്ന് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊന്ന് വീണ്ടും സംസാരിച്ചാലോ എന്നൊക്കെ, അല്ലെങ്കിൽ സംസാരിക്കാൻ ഞാനൊന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കാൻ, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയൊരു സന്ദേശം അയക്കണമെന്ന് അവർ പലപ്പോഴും ആലോചിക്കുന്നുമുണ്ട്. എന്നാൽ ധൈര്യക്കുറവോ നിങ്ങളുടെ പ്രതികരണത്തെക്കുറിച്ചുള്ള ഒരു ഭയമോ ഒക്കെ കാരണം അത് അയക്കാതെ ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പേജ് ഓഫ് കപ്സ് പറയുന്നത് അവരുടെ ഹൃദയം പൂർണ്ണമായിട്ടും അടച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അത് ലൈവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അവർ ഇപ്പോഴും ആ ഒരു നിങ്ങളോടുള്ള ഫീലിങ്സുകളെ സ്വീകരിക്കാനുള്ള ആ ഒരു അല്ലെങ്കിൽ ആ വൈബ് കിട്ടുവാണെങ്കിൽ ആ വൈബിലേക്ക് ചേരാനുള്ള ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ കാർഡുകൾ ഒരു നോ കോണ്ടാക്റ്റിലുള്ള ഈ വ്യക്തി നിങ്ങളെ വെറുക്കുന്നത് കൊണ്ടോ പൂർണ്ണമായും മറക്കുന്നത് കൊണ്ടോ അകന്നിരിക്കുന്നതല്ല എന്നുള്ളതാണ്. അവര് സംഭവിച്ചതിനെ കുറിച്ച് ആലോചിക്കുകയും സ്വന്തം വികാരങ്ങളുമായിട്ട് പോരാടുകയും ശരിയായ സമയം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പൊ അവരുടെ മനസ്സിൽ ഇപ്പോഴും ചില മൃദുവായ ഫീലിങ്സുകൾ, പറയാതെ ബാക്കിയാക്കിയ വാക്കുകൾ ഉണ്ടെന്ന് തന്നെയാണ് സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ആ ഒരു ഫീലിങ്സുകൾ ഇപ്പോൾ എങ്ങനെ പ്രവൃത്തിയിലേക്ക് മാറ്റും എന്ന് നമുക്കിവിടെ ടാരോട്ട് കാർഡിൽ ഉറപ്പായിട്ടും ഒന്നും പറയുന്നുമില്ല, കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സ്പ്രെഡിന്റെ പ്രധാന സന്ദേശം എന്ന് പറഞ്ഞാൽ ഫീലിങ്സുകൾ ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്നുള്ളതും, അതുപോലെ ഉള്ളിലെ വ്യക്തതയും ശരിയായ സമയവും ഈ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ സ്റ്റോറിയെ അടുത്തൊരു അധ്യായത്തിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ടാറ്റു ആർട്ടൊക്കെ ചെയ്തിട്ട് വ്യക്തികളായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1997 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. റെയിൻബോ സൈൻസ്, മാറ്റത്തിന്റെ ഒരു സൈനാണ്. നമ്പർ 25 നമുക്കിവിടെ കാണുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ആണ്. അതുപോലെ ബ്രൗൺ കളർ, 1984, 639 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. 1976 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1982 കിട്ടുന്നുണ്ട്. നമ്പർ 34, 1986, നമ്പർ 35. പെറ്റ് ലവർ, പെറ്റിനെയൊക്കെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണുള്ള ചാൻസസ് ഉണ്ട്. 2000 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 25. ഫോളോ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ലെറ്റർ എസ്, മെസ്സി ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ ലെറ്റർ ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടി ലവർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 5 കിട്ടുന്നുണ്ട്. ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറകുകളൊക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്നൊരു വർഷവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.